എടാ ശരിക്കും നമ്മൾ അന്ന് ആ റീല് കണ്ടോണ്ടല്ലേ നമ്മൾ ഇവിടെ എത്തി. ഞാൻ ആ റീല് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തോണ്ടല്ലേ നമ്മളിവിടെ എത്തിയത് ശരിക്കും. അയ്യടാ ഇനിയിപ്പോൾ ഇജ്ജ് പറഞ്ഞത് വെച്ചിട്ടോ. അപ്പോൾ AI ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിക്ക് ഉള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുന്നത്. ഇനി ACC 2027 മുതൽ അവരെ സ്ട്രക്ചർ തന്നെ മാറ്റി. ഞങ്ങൾക്ക് അതിനു മുന്നേ ആ ഒരു കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയതായാലും. ഞങ്ങൾ മൂന്നാളും കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണ്. കോളേജിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുക, ആ ഒരു വൈബിൽ ഇങ്ങനെ നടക്കിയിരുന്നു. പിന്നെ കോളേജ് കഴിഞ്ഞപ്പോഴാണ് ഇനി എന്ത് വാട്ട് നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യനിങ് ഇങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ എല്ലാവർക്കും എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാവുമല്ലോ ഉള്ളിൽ ഇനിയിപ്പോൾ അടുത്ത എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ഇത് ചെയ്തിട്ട് കാര്യം ഉണ്ടാവും, BCom കഴിഞ്ഞിട്ട് അത് ചെയ്തിട്ട് കാര്യം ഉണ്ടാവും. അപ്പോൾ ഓരോ സംശയങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ACC ആണ് ഓൾറെഡി. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്യണം, എന്നാൽ ഫ്യൂച്ചറിക്ക് അത് ഇമ്പോർട്ടൻ്റ് ആവണം. വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഫ്യൂച്ചറിക്ക് അത് ഇമ്പോർട്ടൻ്റ് ആവണം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുറേ നോക്കിയിരുന്നു. അങ്ങനെ ജുനൈദ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾ മൂന്നാളെ. എന്നിട്ട് ഞങ്ങളെ ആ ഗ്രൂപ്പിൽ ഇപ്പോൾ ഓരോ സജഷൻസ്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കാം, ഈ ടീച്ചേഴ്സ് അടിപൊളിയാ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഞാൻ സാറിൻ്റെ റീല് കാണുന്നത്, നാജി സാർ റീല് കാണുന്നത്. ഞങ്ങൾ സാർ പറഞ്ഞ സെയിം ഒരു സിറ്റുവേഷനിലായിരുന്നു. BCom കഴിഞ്ഞ് 9 പേപ്പർ ACC കഴിഞ്ഞ് ഇനി എന്ത് ജോബ് ചെയ്യണോ അതോ ACCയെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കണോ, ആ ഒരു ലെവലിൽ ഞങ്ങളൊരു ചിന്ത വന്നു. സാറ് പറഞ്ഞ അതേ ഒരു സെയിം സിറ്റുവേഷനിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞാൻ ഇതേപോലെ ആ പോസ്റ്റ് നേരെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു. പിന്നെ ഞങ്ങൾ ഡിസ്കസിങ് തുടങ്ങി. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പിൻ്റെ പേര് തന്നെ മാറ്റി ടാക്സ്പേർട്ട് ഓർ ഒരു മാർക്ക് കിട്ടും. ഞങ്ങൾക്ക് ടാക്സ്പേർട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ക്ലിക്കായി. ഇനിയിപ്പോൾ ഇതും നോക്കാം അല്ലെ വേറെ ഉണ്ടെങ്കിൽ അത്. അപ്പോൾ ഇതേപോലെ ഗ്രൂപ്പിൻ്റെ പേര് മാറ്റി ടാക്സ്പേർട്ട് ഓർ അല്ലെങ്കിൽ ടാക്സ്പേർട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അപ്പോൾ ഇതേപോലെ നിന്നപ്പോൾ ഞങ്ങൾ ഒരു ദിവസം കണ്ട് വന്നു കാണാൻ വേണ്ടിയിട്ട്. നാജി സാറെ കാണാൻ വേണ്ടി വന്നു. സാറോട് സംസാരിച്ച് സാറ് ഇങ്ങനെ ഇവിടെ എന്താണോ ശരിക്കും ആ കോഴ്സിൽ എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് കറക്റ്റ് കാര്യങ്ങൾ സാറ് ഒരു കറക്റ്റ് വിഷയം സാറ് പറഞ്ഞു തന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഇപ്പോൾ കോഴ്സ് ആണെങ്കിൽ ഇപ്പോൾ വർക്ക് സ്റ്റിമുലേറ്റഡ് ആണ്. അത് ഇത്രയും കാലം നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ BCom ആണെങ്കിൽ എന്ത് കാര്യമാണ്, കുറേ തിയറീസ്. ഇപ്പോൾ അതെന്താ, അതെന്തിനാ, കുറേ അത് പഠിച്ചിട്ട് അതിലുപരി ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ സംഭവമാണ് ഇവിടെ. എല്ലാവരും ഇതിന് റിയൽ ക്ലയൻസിൻ്റെ വർക്ക് ചെയ്യും. നമ്മൾ ഇപ്പോൾ എന്താണ് അതുകൊണ്ട് ആവശ്യമുള്ളത്, ഏതൊക്കെ ഫീൽഡാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇവിടുന്ന് ആയാലും നമ്മളെ മെൻറ്റേഴ്സ് ആയാലും ഈ ഒരു സ്പെസിഫിക് പൊസിഷനിലേക്ക് ആരും പുഷ് ചെയ്യണില്ല. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അത് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ജുമാ സാർ ആയാലും ഓഡിറ്റിങ്ങിൽ ഇത്രയധികം വെറൈറ്റീസ് ഓഫ് ഓഡിറ്റിംഗ് ഉണ്ട്. ഞങ്ങൾക്ക് ഡിഗ്രിയൊക്കെ പഠിച്ചത് ഓഡിറ്റ് എന്താണ്, ഓഡിറ്റിംഗ് ജസ്റ്റ് ഇത്രയാണെന്ന് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇതിന് ഇത്രയും ഡീപ്പായിട്ട് ഇനിയും കുറേ കാര്യങ്ങളും കുറേ ഫീൽഡിനുണ്ട്. അപ്പോൾ നിങ്ങളെന്താണോ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. അല്ലാതെ ഞങ്ങൾ ഒരിക്കലും ഒരു കോഴ്സിലേക്ക് പുഷ് ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളെ മെൻറ്റേഴ്സിൻ്റെ ഒരു സ്ട്രാറ്റജി. എനിക്കിപ്പോഴും ഒരു 1.5 മന്ത് കഴിഞ്ഞിട്ടുള്ളൂ. എന്നാലും ഞങ്ങൾ ഒരുപാട് ടോപ്പിക്സ് ഇപ്പോൾ തന്നെ കവർ ചെയ്തു. ഇനിയൊരു 4 മന്ത്സ് അതിൻ്റെ മേലെ ഇനിയും ബാക്കി എടുക്കുന്നുണ്ട്. ശരി, ഞങ്ങൾ എക്സൈറ്റഡ് ആണ് ഇനിയുള്ള ടോപ്പിക്ക്. പിന്നെ പൈത്തൺ ഞങ്ങളിങ്ങനെ ഇപ്പോൾ BCom കഴിഞ്ഞൊരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പൈത്തൺ എന്ന് പറഞ്ഞാൽ ഒരു വലിയ എന്തോ ഒരു സംഭവമാണ്. അതായത് ഇൻ്റഗ്രേറ്റഡ് ഒരു ഡാറ്റ അനലിറ്റിക്സ്, അതൊന്നും ഞങ്ങളെ ഒരു പെർസ്പെക്റ്റീവിൽ വന്ന സംഭവമല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ 0 to ആ ഒരു മുതൽ പൈത്തൺ പഠിച്ച് തുടങ്ങിയതും പൈത്തനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ബിൽഡ് ചെയ്യാൻ പറ്റിയിരുന്നു ഇവിടെ വന്നതിന് ശേഷം. അതായത് ഇവർ ആഡിൽ പറയുന്നതും നമുക്കത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയും സപ്പോർട്ടീവായി നിന്ന് നമുക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് ആ ഒരു ട്രാക്കിലാണ് ഇവരെ ആ ഒരു മെൻറ്റേഴ്സ് എല്ലാവരും നമ്മളെ പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ ഷോർട്ട് പീരീഡിൽ തന്നെ ഇപ്പോൾ അതായത് ഒരു BCom അല്ലെങ്കിൽ ഒരു ACC സ്റ്റുഡൻറ്റിന് വേണ്ട കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഇത്രയും കാലം ബുക്കിഷ് നോളേജിൽ നിന്ന് മാറി വർക്കിലേക്ക് എത്തി. അതിന് കൂടാതെ ഇപ്പോൾ ഈ സ്കിൽസായ പൈത്തൺ എക്സ്ട്രാ നോളേജാണ്. അതായത് ഫ്യൂച്ചറിലേക്ക് ഇനിയിപ്പോൾ എന്താണ്, ഇപ്പോൾ AI ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിക്ക് ഉള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഈ കോഴ്സ് എടുത്തുകൊണ്ടുള്ള മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളൊരു BCom + 9 പേപ്പർ ACC ആണ്. അപ്പോൾ ഇനി ACC 2027 മുതൽ അവരെ സ്ട്രക്ചർ തന്നെ മാറ്റി ഡാറ്റ സയൻസും ഈ ഒരു പൈത്തൺ ആയാലും അവരൊരു പുതിയൊരു മൊഡ്യൂൾ തന്നെ അടയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതിനു മുന്നേ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ ഒരു ജോബ് മാർക്കറ്റിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്, അതായത് ACC ഇപ്പോൾ മാറി വരുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് അതിനു മുന്നേ ആ ഒരു കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയതായാലും അതൊക്കെ ഞങ്ങളെ ഫ്യൂച്ചറിൽ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ ബിലീവ് ചെയ്യുന്നത്.